നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ MP നികേഷ് കുമാർ അദ്ദേഹം 2016 അഴീക്കോട് നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. MP രാഘവനെതിരെ അല്ലെങ്കിൽ MP രാഘവനോട് CPM ചെയ്ത ദ്രോഹമെല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ മകൻ MP നികേഷ് കുമാർ CPM സ്ഥാനാർത്ഥിയായത് വലിയ ചർച്ചയായിരുന്നു കേരളം മുഴുവൻ. അങ്ങനെ അദ്ദേഹം അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് KM ഷാജിയോട് പരാജയപ്പെട്ടു. പിന്നെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി KM ഷാജിക്കെതിരെ കേസ് കൊടുത്തു. സുപ്രീം കോടതി വിധി വന്നു. അങ്ങനെ ഷാജിയുടെ MLA പദവി നഷ്ടപ്പെടുന്ന അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഇത്തവണ MP നികേഷ് കുമാർ മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഏത് സീറ്റ് കൊടുക്കും? അപ്പോഴാണ് ഇടുത്തി പോലെ അശനിപാതം പോലെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് വരുന്നത്. ജോൺ ബ്രിട്ടാസിന് കണ്ണൂരിൽ സീറ്റ് നൽകണമെന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ആഗ്രഹമെന്ന് അറിയുന്നു. ജോൺ ബ്രിട്ടാസിനും MP നികേഷ് കുമാറിനും രണ്ടുപേർക്കും നൽകാനുള്ള സീറ്റ് കണ്ണൂരിലെ CPM ഇല്ല. ഇവർ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ സീറ്റ് ലഭിക്കുകയുള്ളൂ. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ഭീകരമായ പെർഫോമൻസ് കഴിഞ്ഞ് 2026 നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെയും ലക്ഷ്യം കണ്ണൂരിൽ നിന്ന് നിയമസഭയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നികേഷ് കുമാർ എവിടെ മത്സരിക്കും? ഉറച്ച CPM സീറ്റിൽ മത്സരിച്ച് ജയിക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ആഗ്രഹം. MP നികേഷ് കുമാറിൻ്റെയും ആഗ്രഹം അതാണ്. ഇപ്പോൾ കണ്ണൂരിൽ പേരാവൂർ, ഇരിക്കൂർ, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ് UDFൻ്റെ കയ്യിലുള്ളത്. ബാക്കി എല്ലായിടത്തും CPM സ്ഥാനാർത്ഥികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒന്ന് മാറ്റി നിർത്തി കൊടുക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ ജോൺ ബ്രിട്ടാസിന് വിജയിക്കുന്ന സീറ്റ് CPM പാളയത്തിൽ തന്നെ നൽകണമെന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതെങ്കിൽ MP നികേഷ് കുമാർ കിണറ്റിൽ ഇറങ്ങിയത് മാത്രം മെച്ചമെന്നുള്ള അവസ്ഥയിലാവും. കാരണം നികേഷ് കുമാറിന് മത്സരിക്കാൻ സീറ്റ് ഉണ്ടായേക്കില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏത് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കും? അഴീക്കോട് മത്സരിക്കാൻ സാധ്യതയില്ല. അവിടെ സുമേഷ് മത്സരിച്ച് അദ്ദേഹം ഇപ്പോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം മത്സരിച്ച് ജയിച്ച MLA ആണ്. തളിപ്പറമ്പിലും CPMന് നല്ല പേര്, അവിടെയും ഇപ്പോൾ CPM MLA ആണ്. കൂത്തുപറമ്പിൽ ജനതാദൾ, രാഷ്ട്രീയ ജനതാദളിനാണ് കൂത്തുപറമ്പ് സീറ്റ്. അവിടെ മുൻ മന്ത്രി PR കുറുപ്പിൻ്റെ മകൻ മോഹനൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞു. അത് അവരുടെ സീറ്റ് തന്നെ, ആ സീറ്റ് അവർക്ക് കൊടുക്കണം. പിന്നെ മട്ടന്നൂർ അടക്കമുള്ള സീറ്റുകളെല്ലാം തന്നെ CPM സ്ഥാനാർത്ഥികൾ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നികേഷ് കുമാറിന് മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമോ? നികേഷ് കുമാർ പണ്ട് കിണറ്റിലിറങ്ങിയത് വെറുതെ ആകുമോ? അല്ലെങ്കിൽ അദ്ദേഹം കിണറ്റിൽ തന്നെ ഇറങ്ങി നിൽക്കേണ്ടി വരുമോ? ഇത്തരം ചർച്ചകളാണ് ഇപ്പോൾ CPM നേതാക്കൾ പലരും അടക്കം പറയുന്നത്. ജോൺ ബ്രിട്ടാസിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ MP നികേഷ് കുമാറിന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ സീറ്റ് ഉണ്ടാകില്ല എന്നാണ് ഒരു പ്രമുഖ DYFI നേതാവ് നമ്മളോട് പറഞ്ഞത്. കാരണം പിണറായി വിജയന് കൂടുതൽ താല്പര്യം ജോൺ ബ്രിട്ടാസിനെയാണ്. അതിനർത്ഥം MP നികേഷ് കുമാറിന് താല്പര്യമില്ല എന്നല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണൂർ കൊടുക്കാൻ പറ്റിയ സീറ്റിൽ എവിടെ നിർത്തി മത്സരിപ്പിച്ച് ജയിക്കും എന്നുള്ളൊരു ആശങ്കയാണ് പാർട്ടിക്കുള്ളത്. അല്ലാതെ നികേഷിന് സീറ്റ് കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കല്ല പാർട്ടി പോയിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ MP നികേഷ് കുമാറിന് മത്സരിക്കാൻ സീറ്റ് ഉണ്ടാകില്ല എന്നാണ് പാർട്ടി പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും മത്സരിപ്പിക്കാനുള്ള സംവിധാനം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലില്ല. അല്ലെങ്കിൽ കൊള്ളാവുന്ന MLA ആരെങ്കിലും മാറ്റണം. അങ്ങനെ 2 MLA മാറ്റാൻ വന്നാൽ മാത്രമേ ഇവർ രണ്ടുപേരെയും അതിന് പകരം വയ്ക്കാൻ പറ്റുകയുള്ളൂ. കല്യാശ്ശേരി പോലുള്ള മണ്ഡലത്തിൽ MP നികേഷ് കുമാർ മത്സരിച്ച് ജയിക്കുമെന്നുള്ള സൂചനയുണ്ട്. കല്യാശ്ശേരി തന്നെ ജോൺ ബ്രിട്ടാസും ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തളിപ്പറമ്പും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെടുന്നുണ്ട്, തളിപ്പറമ്പും MP നികേഷ് കുമാറും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് സീറ്റിൽ ഇവർ മത്സരിക്കും, ഏത് സീറ്റിൽ നിന്ന് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അറിവുമില്ല. ഇപ്പോഴും ചിന്തിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷേ MP നികേഷ് കുമാർ ഇറങ്ങിയ കിണറ്റിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. ജോൺ ബ്രിട്ടാസിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നികേഷ് കുമാറിന് ഒരു പക്ഷേ സീറ്റ് ഉണ്ടായേക്കില്ല. ഇനി രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടുത്തെ 2 പ്രഗത്ഭരായ CPM MLA മാരെ മാറ്റേണ്ടി വരും. അത് കൂടുതൽ രാഷ്ട്രീയ കുഴപ്പങ്ങളിലേക്ക് പോകുമെന്നാണ് CPM എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്.